ജോമോനെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. താങ്ക് യു. സന്തോഷമായില്ലേ? എന്തോരം ഇഷ്ടപ്പെട്ടു? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് പറയുമോ? എന്ത് പറയും? നോട്ട് ടു ക്ലാസ്. ഓരോ കുട്ടികളും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് ഈ സ്കൂളിലെ കുട്ടികൾ. അതിന് മാനേജ്മെന്റും ടീച്ചേഴ്സും ശരിക്കും പ്രൗഡാണ്. കാരണം അതുപോലെ ഓരോ കുട്ടികളും നിങ്ങളുടെ ഓരോരുത്തരുടെ നിന്ന് കേൾക്കുന്ന പോലെ തന്നെ അവിടെ നിന്ന് റാൻഡമായിട്ട് കുറച്ച് കുട്ടികൾ പറയുന്നതിൽ നിന്ന് തന്നെ നിങ്ങളുടെ എല്ലാവരുടെ എനർജി അതിൽ നിന്ന് കിട്ടി. അത് എന്നോട് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതന്ന് ഇന്ന ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ തിരിച്ചറിഞ്ഞാൽ പറഞ്ഞു നമ്മൾ പോലും അറിയാതെ ആയിരിക്കാം നമ്മൾ ഇതിലേക്ക് പെട്ടുപോകുന്നത്. ഇതേപോലെ കുറെ ക്ലാസ്സസ് കേട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ ക്ലാസ്സസും കേൾക്കുന്ന പോലെയല്ല. ഈ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ കൂടുതലും ഞാൻ കേട്ട ക്ലാസ് അതിനെക്കാളും ഇതിൽ കൂടി എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ സൗണ്ട് എഫക്റ്റ് നല്ല അടിപൊളിയായിരുന്നു കണ്ടിട്ട്. പക്ഷെ സിനിമയായിട്ട് തോന്നിയത് ജീവിതം പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇച്ചിരി കൂടി നേടിയിട്ടുണ്ട് സമയത്ത് ഞാൻ കരഞ്ഞു പോയത്. ഞാൻ ആദ്യം നന്ദി പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഷോർട്ട് ഫിലിം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ഇവരോടാണ്. കാരണം ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ അധ്യാപകരായിട്ട് നമുക്കും ആകാം. ഒരു കുട്ടിയെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലെ ഓരോ രംഗവും ഓരോ വാക്കുകളും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഓരോ പോയിന്റുകളുമായിട്ട് നമ്മുടെ മനസ്സിൽ കുറിച്ചിടാവുന്നതാണ്. ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത് ഈ ഷോർട്ട് ഫിലിം അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളാണ്. അവര് അഭിനയിക്കല്ല, ജീവൻ നമ്മളെ കാണിച്ച് തരുവാണ് ചെയ്തത്. അവരോടുള്ള നന്ദി ഞാൻ ഈ സ്കൂളിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെ പേരും അറിയിച്ചു കൊടുത്തു. വളരെ നല്ലൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അപ്പൊ നമ്മളത് കണ്ടാൽ അറിയാം. അപ്പൊ ഒരു വിദ്യാർത്ഥി അല്ലെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടുകയാണെങ്കിൽ ആ കുട്ടിയെ മാത്രമല്ല അത് ബാധിക്കുന്നത്. ആ സ്കൂള്, ടീച്ചേഴ്സ്, അവരുടെ ഫ്രണ്ട്സ്, പേരൻസ്, കൂടുതലായിട്ട് അമ്മമാര്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റോൾ വഹിക്കുന്ന ഒരാളാണ് അമ്മ, അല്ലേ? അപ്പൊ നമ്മൾക്കൊരു അപകടം പറ്റിയാൽ, നമുക്കൊരു ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ അമ്മ അനുഭവിക്കുന്ന വേദന അത് ഇപ്പൊ എന്നോട് എന്റെ അമ്മ പറയും നീ ഒരു അമ്മയായാലും നിനക്ക് അമ്മമാർക്ക് തന്നെ അറിയാവുള്ളൂ എന്ന്. അതുപോലെ ആ ഒരു അമ്മ അനുഭവിക്കുന്ന വേദന അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കണ്ടതാണ്. ഒരു കുട്ടി ഒരു ലഹരിക്ക് അടിമപ്പെടുമ്പോ ആ കുട്ടിയുടെ അമ്മ അനുഭവിക്കുന്ന വേദന. അതുപോലെ ടീച്ചേഴ്സ്, നമുക്കറിയാൻ പറഞ്ഞാലും ടീച്ചർമാർ നമ്മളെങ്ങനെയാ നെറ്റിയോട് ചേർത്ത് പിടിക്കണവരാ. അപ്പൊ ഇവിടെ ആ കുട്ടിക്ക് സംഭവിച്ചപ്പോ അതിന് മുൻകൈ എടുത്ത ആ കുട്ടിയെ തിരികെ ജീവിതത്തിലോട്ട് കൊണ്ടുപോയ മുൻകൈ എടുത്ത ടീച്ചറാണ്. അപ്പൊ നമ്മളും അതിനെ നമ്മൾ ദേശത്തോട് മാറ്റി നിർത്തുന്നവരായിരിക്കും. നമുക്കൊരു അപകടം വന്നാൽ നമുക്ക് മുൻകൈ എടുത്ത് നമ്മുടെ ജീവിതത്തിലോട് തിരികെ കൊണ്ടുവരുന്നത്. കുട്ടി ആര് തെറ്റ് ചെയ്താലും ആ കുട്ടിയെ സമൂഹം കാണുന്നത് വളരെ മോശമായിട്ടായിരിക്കും. ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും സമൂഹമായിരിക്കും അവനെ വീണ്ടും തെറ്റുകാരനാക്കുന്നത്. അപ്പൊ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്താൽ അവനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കടന്നുള്ളത് ഈ ഫാമിലിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് വളരെ ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. അത് നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ പറ്റി. അപ്പൊ നമ്മുടെ സ്കൂളിന്റെ എന്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നൽകുന്നു. നന്ദി, നമസ്കാരം. തിരികെ അപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ ഈ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികൾ നമ്മളെന്താണ് അവരെ സമൂഹത്തിൽ നമ്മളെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് വേണ്ടത്. അപ്പൊ പല പ്രമുഖ സ്കൂളുകൾ നമുക്കറിയാം അവരുടെ റെപ്യൂട്ടേഷനെ അതുപോലെ ഫെയിമിനെയൊക്കെ നോക്കിക്കൊണ്ട് അവർ ഇങ്ങനെയുള്ള കുട്ടികളെ എന്താണ് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇടയിൽ തന്നെയും ഇങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ അവരെ നമ്മുടെ സമൂഹത്തിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അതിന് നമുക്ക് കഴിയണം. മാത്രമല്ല ഇന്ന് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലഹരി മാഫിയ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഇവർക്കെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മളെല്ലാവരും സ്വയം പ്രതിജ്ഞ എടുക്കണം. നമ്മൾ ലഹരി ഉപയോഗിക്കില്ല, നമ്മൾ ലഹരിക്കെതിരെ ഒരു പോരാളിയായിട്ട് മാറുമെന്ന് നമ്മൾ സ്വയം മനസ്സിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഈ മൂവി നമുക്ക് എല്ലാവർക്കും ഒരു നെഞ്ചിൽ കൊള്ളുന്ന രീതിക്കുള്ളൊരു മൂവിയായിരുന്നു എനിക്ക് ഫീലായി. എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൗമ്യത നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ആ ഒരു മൂവി അടിപൊളിയാക്കാനായിട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് പിടിയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക്
വിശ്വാസം